ഷെലിൻസ് കിച്ചൺ ആർട്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ശർക്കര ചേർത്ത സോഫ്റ്റ് വട്ടയപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വെള്ളമൊഴിച്ച് ഒരു 4 മണിക്കൂർ കുതിർത്തി വയ്ക്കാം. 200 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഇനി നമുക്കത് ഹൈ ഫ്ലെയിമിൽ ഒന്ന് തിളയ്ക്കാൻ അനുവദിക്കാം. മധുരം ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇത് അത്യാവശ്യം നല്ല മധുരമുണ്ടാവും. ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിലേക്കിട്ട് ഒന്ന് ശർക്കര മെൽറ്റ് ചെയ്തെടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ശർക്കര നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. 1/4 കപ്പ് നല്ല ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ പഞ്ചസാര ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് 1 സ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇത് ഈസ്റ്റ് പൗഡർ ആണെങ്കിൽ 1/2 സ്പൂൺ ചേർത്താൽ മതി. ഇനി നമുക്കിത് 1/2 മണിക്കൂർ ഒന്ന് കുതിർത്താൻ മാറ്റി വയ്ക്കാം. ഇപ്പം 1/2 മണിക്കൂർ കഴിഞ്ഞു. ഈസ്റ്റ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. അരി 4 മണിക്കൂർ കഴിഞ്ഞു നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 കപ്പ് തേങ്ങ ചേർക്കാം. അരി അളന്ന സെയിം കപ്പിലാണ് തേങ്ങ എടുത്തിരിക്കുന്നത്. 1/2 ഗ്ലാസ് തേങ്ങ വെള്ളം ഒഴിക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഫൈൻ പേസ്റ്റ് ആയിട്ട് അടിച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് ചോറ് ചേർക്കാം. 1/4 സ്പൂൺ ഉപ്പ്. നേരത്തെ നമ്മൾ ഉരുക്കിയെടുത്ത ശർക്കര അരിച്ച് നല്ല തണുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. 4 ഏലക്കായ പൊടിച്ചത്, നമ്മൾ നേരത്തെ കുതിർത്തി വെച്ച ഈസ്റ്റ്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിക്കാം. ഇനി നമുക്കിത് 3 തൊട്ട് 4 മണിക്കൂർ വരെ ഒന്ന് പൊങ്ങാൻ അനുവദിക്കാം. ഇപ്പോൾ ചൂട് സമയമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ പൊങ്ങിക്കിട്ടും. ഇപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം നല്ല പൊങ്ങിയാണ് ഇരിക്കുന്നത്. വളരെ നല്ല ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇനി പതുക്കെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓവർ മിക്സ് ആക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഞാനൊരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് സ്റ്റീൽ പാത്രം യൂസ് ചെയ്യാവുന്നതാണ്. അതിലേക്ക് അത്യാവശ്യം നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. എല്ലാ സൈഡിലേക്കും നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പം എല്ലാ സൈഡിലേക്കും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാനിതൊരു 1/4 ഭാഗമാണ് മാവ് ഒഴിക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഒരുപാട് കട്ടിയാവാൻ പാടില്ല. ഇപ്പോൾ 1/4 ഭാഗവും ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു പാനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ച് നമുക്കതിൻ്റെ മുകളിലേക്ക് കേക്ക് ടിൻ ഇറക്കി വെക്കാം. നമുക്കിത് സ്റ്റീമറിലും വേവിക്കാവുന്നതാണ്. ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് 30 മിനിറ്റ് വേവിക്കാം. ഇപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. ഒട്ടുന്നൊന്നുമില്ല, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ ശർക്കര വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിതൊന്ന് അൺമോൾഡ് ചെയ്യാം. ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണിത്. നമ്മൾ ശർക്കര ചേർത്തുണ്ടാക്കിയിരിക്കുന്നതുകൊണ്ട് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.